പറഞ്ഞപ്പോൾ പുതിയ വാക്കുണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഒരു പുതിയ വാക്കുണ്ടാവുന്നതിന് അങ്ങനെയൊക്കെ ചില കുട്ടികളുടെ ചില പ്രകൃതങ്ങൾ ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ചിലത് പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പ് എന്നുള്ളൊരു വാക്കുണ്ട്, നമുക്ക് നല്ലോണം അറിയാം. പതാക എന്ന് വേറൊരു വാക്കുണ്ട്. സൻഹ ഒരു കവിത എഴുതിയതിൻ്റെ പേര് പഠിപ്പതാക എന്നാണ്. പഠിപ്പതാക അതിനൊരു പ്രത്യേക കോണ്ടക്സ്റ്റ് ഉണ്ട്. സൻഹയുടെ സ്കൂളിലെ SFI കുട്ടികൾ ഇവളിങ്ങനെ കവിത എഴുതല്ല, എന്നാൽ SFIയെ പറ്റി ഒരു കവിത എഴുതാന്ന് പറഞ്ഞു. അപ്പോൾ SFIയെ പറ്റി കവിത എഴുതുക എന്ന് പറയുന്ന ആ കവിതയുടെ ഇനി ഇതിനേക്കാൾ മികച്ചൊരു പേര് ഉണ്ടാവില്ല. അങ്ങനെയാണ് പഠിപ്പതാക. ആ കവിത ഉണ്ട്. ഇപ്പം അത് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. അത് സത്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ കവിതയാണ്. പക്ഷെ അത് പൊളിറ്റിക്കൽ കവിതയുടെ അപ്പുറത്താണ്. SFIക്കാരൊന്നും വിചാരിച്ച അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സങ്കല്പം മാത്രം വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു കവിതയല്ല അത്. അത് കുട്ടി എന്നുള്ളൊരു സങ്കല്പം, കുട്ടികളുടെ സംഘടന എങ്ങനെയാവണം എന്നുള്ള സങ്കല്പമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കവിതയാണ്. എനിക്കതിൻ്റെ പേരാണ് ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിച്ചത്, പഠിപ്പതാക. ഇങ്ങനെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അൽഹയൊക്കെ ഇഷ്ടംപോലെ വാക്കുകൾ പുതുതുണ്ടാക്കുന്നതാണ്. അവർ തന്നെ അവളുടെ ഒരു കവിതയിൽ അവൾക്ക് ഇപ്പോൾ നമ്മൾ തിളക്കം എന്ന വാക്ക് മിക്കവാറും വസ്തുക്കളോട് ചേർത്തിട്ടാണ് പറയാം. സ്വർണത്തിൻ്റെ തിളക്കം, പലതിൻ്റെയും തിളക്കം പറയാം. അവൾ ഉപയോഗിച്ചത് ശബ്ദത്തിൻ്റെ തിളക്കം, സ്വരത്തിളക്കം എന്നുള്ളൊരു വാക്കുണ്ടാക്കി. അപ്പോൾ കുട്ടികൾ ശൈലി ഉണ്ടാക്കുന്നുണ്ട്, കുട്ടികളുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അൽഹ എഴുതിയ മറ്റൊരു കവിത, ബഷീറിനെ പറ്റി എഴുതിയൊരു കവിത, അവളതൊന്ന് വായിച്ചില്ലേ. സത്യത്തിൽ ജൂലൈ 5 എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എഴുതിയ കവിതയാണ്. ജൂലൈ 5 എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതൊന്ന് വായിക്കുന്നത് നന്നാവും തോന്നുന്നു. എനിക്ക് നമ്മൾ ബഷീറിനെ പറ്റി പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങിയത്. അൽഹ അതൊന്ന് വായിക്കുമോ? അത് കഴിഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് ഒരു കാര്യം പറയാൻ, ഞാൻ ഈ കുട്ടികളോട് സംസാരിച്ചിട്ട് അതും കൂടെ ചേർത്തുകൊണ്ട് പറയാമെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പോകുന്നത്. കുട്ടികളുടെ എഴുത്ത് വളരെ അത്ഭുതകരമായ, എന്നെ സംബന്ധിച്ചോളം വല്ലാത്ത അത്ഭുതമുണ്ടാക്കുന്ന പലതും അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒരു 50 കുട്ടികളെങ്കിലും ഇതേപോലെ എഴുതുന്നവരും ഇതിനേക്കാൾ മികച്ച എഴുതുന്നവരും ഒരു 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഉണ്ട്. അവരെ എങ്ങനെ സ്ഥിരമായിട്ട് അവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അൽഹ അതൊന്ന് വായിക്കും. ജൂലൈ 5 ഇത് വേണം. കവിതയുടെ പേര് ജൂലൈ 5. ജൂലൈ 5. കഥകളുടെ ജനാല തുറന്ന് വിശപ്പിൻ്റെ സൂര്യനെ വരച്ച് തമാശയുടെ മഞ്ഞുതുള്ളികൾ കുടഞ്ഞ് ഇതിഹാസത്തിൻ്റെ മാന്ത്രികൻ പുഞ്ചിരിക്കുന്നു. കഥകളുടെ ജനാല തുറന്ന് വിശപ്പിൻ്റെ സൂര്യനെ വരച്ച് തമാശയുടെ മഞ്ഞുതുള്ളികൾ കുടഞ്ഞ് ഇതിഹാസത്തിൻ്റെ മാന്ത്രികൻ പുഞ്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഈണം തേടി യാത്ര ചെയ്തപ്പോൾ വഴികളുടെ പൊടിയിൽ നിന്നും മാന്ത്രികൻ കഥകൾ മാന്തിയെടുത്തു. ജീവിതത്തിൻ്റെ ഈണം തേടി യാത്ര ചെയ്തപ്പോൾ വഴികളുടെ പൊടിയിൽ നിന്നും മാന്ത്രികൻ കഥകൾ മാന്തിയെടുത്തു. മനുഷ്യൻ തുടിക്കുന്ന താളുകളിൽ ചിന്തകളുടെ ആകാശം ഒതുക്കി വച്ചിരിക്കുന്നു. മനുഷ്യൻ തുടിക്കുന്ന താളുകളിൽ ചിന്തകളുടെ ആകാശം ഒതുക്കി വച്ചിരിക്കുന്നു. അതിൻ്റെ മേഘങ്ങളിൽ നിന്നാണ് മലയാളം ആദ്യമായി ചിരിക്കാൻ പഠിച്ചത്. അതിൻ്റെ മേഘങ്ങളിൽ നിന്നാണ് മലയാളം ആദ്യമായി ചിരിക്കാൻ പഠിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഗാന്ധിയെ തൊട്ട കുട്ടിയും ജയിൽ ചരിത്രങ്ങളും ഒഴുകിപ്പരക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഗാന്ധിയെ തൊട്ട കുട്ടിയും ജയിൽ ചരിത്രങ്ങളും ഒഴുകിപ്പരക്കുന്നു. ജൂലൈ 5 മാംഗോസ്റ്റീനിൻ്റെ ചുവട്ടിൽ നിന്നും പാത്തുമ്മയുടെ ആട് നിലവിളിക്കുന്നു. ജൂലൈ 5 മാംഗോസ്റ്റീനിൻ്റെ ചുവട്ടിൽ നിന്നും പാത്തുമ്മയുടെ ആട് നിലവിളിക്കുന്നു. ആകാശത്തിൻ്റെ അതിർത്തികളിൽ നിന്നും ഇതിഹാസമാന്ത്രികൻ നിശബ്ദത കൊണ്ട് കത്തയക്കുന്നു. ആകാശത്തിൻ്റെ അതിർത്തികളിൽ നിന്നും ഇതിഹാസമാന്ത്രികൻ നിശബ്ദത കൊണ്ട് കത്തയക്കുന്നു. ഇത് വായിപ്പിച്ചത് വളരെ കാലികമായ വിഷയങ്ങളോടും ഒക്കെ കവിതയിലൂടെ കൺവേ ചെയ്തത് അൽഹ മാത്രമല്ല. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നേ പറയണത് ഇവരൊക്കെ ഈ ജസയും അതുപോലെ ഇപ്പോൾ ഇവിടെ ആദ്യം വായിച്ചൊരു കവിത ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ടുള്ളത്, കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തെ. അപ്പോൾ അതൊക്കെ അന്നത്തെ പ്രസക്ത. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ
ഒന്ന് കുട്ടികളുടെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ വഴി, അവർ വഴി തിരഞ്ഞെടുക്കുന്നത് അവർ സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അടുത്തുള്ള സമൂഹത്തിന് മാത്രമല്ല, അകലെയുള്ള. ഇപ്പോൾ ഗാസയെ പറ്റിയുള്ള കവിതകൾക്ക് കണക്കില്ല കുട്ടികൾ. ഒരു പക്ഷേ അത് മാത്രമല്ല, അത്തരം കവിതകളൊക്കെ ഗാസയെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള കവിതകൾക്ക് എണ്ണം പറഞ്ഞാൽ എത്രയോ ഉണ്ട്. ഇവിടെയുള്ള കുറേ കുട്ടികൾ, ഇവിടെയുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് കുട്ടികൾ. അതുപോലെ അവർക്ക് മണിപ്പൂർ ദുരന്തം അവർക്ക് പ്രശ്നമാണ്. ഞാനിപ്പോൾ മണിപ്പൂർ ദുരന്ത ഒരു പുസ്തകം ഇവിടെ നോക്കിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാം ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. അതൊരു വലിയ എനിക്ക് അത്ഭുതം തോന്നാറുള്ളത്, രാത്രി ഉറക്കമൊഴിഞ്ഞ് ഫുട്ബോൾ കണ്ടു എന്നുള്ളത് മാത്രമല്ല, അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കുന്നത് കുട്ടികൾ. ഇവരൊക്കെ ഇങ്ങനെയുള്ള, അതുപോലെ ഇപ്പോൾ മതഭ്രാന്തം എഴുതിയ കുട്ടി, പിന്നെ പുതിയ ടേംസ് അവർക്ക് മടിയൊന്നുമില്ല. അവർ ഇപ്പോൾ നേരത്തെ AI കാര്യം ചോദിച്ച പോലെ അവർ പുതിയ വാക്കുകളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വല്ലാത്ത അനുഭവങ്ങൾ. പിന്നെ മറ്റൊരു പ്രത്യേകത ഇവർക്ക് ഈ കുട്ടികൾക്കുള്ളത്, കുട്ടികൾ നേരത്തെ ഹർഷിത ചോദിച്ചു എത്തിസ്റ്റ് ആവുന്നതിനെ പറ്റി ചോദിച്ചു. സത്യത്തിൽ അവരെ അറിയാതെ തന്നെ എത്തിസ്റ്റ് ആവുന്നുണ്ടോയെന്നറിയില്ല, പക്ഷെ അവരറിയാതെ തന്നെ ഒരു ശാസ്ത്രീയ മനോഭാവവും കടുത്ത അന്ധവിശ്വാസങ്ങളിലല്ല ഈ കുട്ടികളൊന്നും. ഒരു കുട്ടിയും അങ്ങനെയല്ല. ഭദ്രഹരി ഒരു 2 കൊല്ലം 3 കൊല്ലം മുമ്പ് അവൾ 8-ലോ 3-4 കൊല്ലമായി തോന്നുന്നു, 9-ലോ 8-ലോ ഒക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ വിദ്യാരംഗത്തിൻ്റെ സംസ്ഥാന സർഗോത്സവം നടത്തുമ്പോൾ അത് ചെറുതിരുത്തി വെച്ചായിരുന്നു. ഭാരതപ്പുഴ കാണാൻ പോയി. അവൾ കൃത്യമായി, ഇപ്പോൾ നിങ്ങൾ ആ കവിത വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ കൃത്യമായി താളത്തിൽ എഴുതാൻ പറ്റുന്ന വൃത്ത നിബന്ധനകളോ, അതൊന്നും ഇപ്പോൾ അവൾ വൃത്തം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ അങ്ങനെ പറ്റും. അവൾ അവിടെ ഭാരതപ്പുഴയെ പറ്റിയൊരു കവിത എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ യമുനാ നദിയെ പറ്റിയുള്ള കവിതയേക്കാൾ ഗംഭീരമാണത്. ഭാരതപ്പുഴ പോയി കണ്ടിട്ടുള്ളൊരു അനുഭവം. മറ്റുള്ളവരൊക്കെ വളരെ ഈ 2 വരിയോ 4 വരിയോ ഒക്കെ എഴുതിയിട്ട് വെച്ചപ്പോൾ ഇവളൊരു അതിമനോഹരമായ കവിത, ഭാരതപ്പുഴയുടെ അന്നത്തെ, നമ്മൾ വള്ളത്തോളിൻ്റെ കവിത ഭാരതപ്പുഴ എന്നുള്ളത് വായിച്ചിട്ട് ഇങ്ങോട്ട് കുറ്റിപ്പുറം പാലം വരെയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെയും തുടർച്ചയായിട്ട് കുട്ടികൾ എഴുതുമ്പോൾ നമ്മൾ ഒരു 5-6-7 കൊല്ലം മുമ്പ് ഒരു കുട്ടി എഴുതിയൊരു കവിത ഇങ്ങനെ, പേരെന്നാണ് കവിത. ആ കവിതയിൽ ചോദിച്ചിരിക്കുന്ന, അച്ഛൻ എനിക്ക് നിള എന്ന് പേരിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് മരിച്ചു പോകുന്നവരുടെ പേര് കുട്ടികൾക്ക് ഇടുന്നൊരു നാട്ടു നടപ്പുണ്ടെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്ന കുട്ടികൾ. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് അവളിപ്പം ഇങ്ങോട്ട് വന്നില്ല, തന്മയ വരേണ്ട കുട്ടിയായിരുന്നു. അവൾ എഴുതിയിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ ചുമരുകളിൽ എല്ലിൻ കൂടുകൾ, മതിലുകളിൽ എല്ലിൻ കൂടുകൾ, ചുമരുകളിൽ ആരും ഉണ്ണാത്ത രാത്രികൾ, കൊട്ടാരത്തിലെ കൊടിയിൽ മാത്രം രാജാവിൻ്റെ മുഖം. ഇത് എന്തിനാ ചരിത്രം പഠിക്കുന്ന കുട്ടി എന്നുള്ളത് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലായി. ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ല, അതിൻ്റെ ഒരു വിമർശനാത്മകമായിട്ടുള്ള. അപ്പോൾ മതിലിലും ഇതിലൊക്കെയുള്ള നിരവധി തൊഴിലാളികളുടെ വിയർപ്പും അധ്വാനവും അവരുടെ ജീവിതവുമാണ്. പക്ഷെ കൊടിയിൽ മാത്രം നമ്മൾ കാണുന്നത്, നമ്മൾ പഠിക്കുന്ന അങ്ങനെയാണല്ലോ. ആരാ താജ്മഹൽ ഉണ്ടാക്കിയത് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതിയ ഷാജഹാൻ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. പക്ഷെ കുട്ടി അതിലപ്പുറം വായിക്കുന്നു. ഇങ്ങനെ കുട്ടികൾ ചരിത്രം പഠിക്കുമ്പോഴും സയൻസ് പഠിക്കുമ്പോഴും ഭാഷ പഠിക്കുമ്പോഴും ഒക്കെ പുതുതായി ഒരുപാട് വായിച്ചെടുക്കുന്നുണ്ട്. അവർ നമ്മളോടത് പറയുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്കത്ര ഇഷ്ടപ്പെടുന്ന കാര്യമായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവരത് ഈ നല്ല കാര്യങ്ങൾ മാത്രം കണ്ടിങ്ങനെ ഇരിക്കുന്നവരെ പല ആളുകളും ഇത്തരം കൂട്ടായ്മകളിൽ ചോദിക്കുന്നത്, ഈ കുട്ടികളെന്താ ഇതൊക്കെ എഴുതും, ഗാസയെ പറ്റി എഴുതുന്നത്, അവർക്ക് പൂമ്പാറ്റ, പൂവ്, ചെടി ഇതൊക്കെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, നേരിട്ട് തന്നെ ചോദിക്കാറുണ്ട്, കുട്ടികളെന്താ ഒരു പ്രസന്നമായ കാര്യങ്ങൾ എഴുതാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പല ചോദ്യങ്ങളും പലപ്പോഴും കുട്ടികൾ, ഇപ്പോൾ നാളെ ഇപ്പോൾ ജസ ചോദിച്ച ചോദ്യം, താളം വേണോ ഈണം വേണോ എന്നുള്ളത് ഞങ്ങൾ ഇടവപ്പാതിയിൽ കുട്ടികളെ കവിത അവതരിപ്പിച്ചപ്പോൾ, ശ്രീ തറിയലിൻ്റെ അവിടെ വെച്ചുള്ള ഇടവപ്പാതിയിൽ ഈ കുട്ടികളെ കവിത അവതരിപ്പിച്ചപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് താളത്തിൽ എഴുതുന്നില്ല എന്ന്. അവർക്കതിൽ ശക്തമായ അങ്ങനെ ചോദ്യം ചോദിക്കാനേ പാടില്ല എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. അങ്ങനെ ഒരു ചോദ്യം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ താളത്തിൽ എഴുതുന്നില്ല, ഒരു ചോദ്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ അവിടെ പറഞ്ഞില്ല. എന്നാലും അങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുട്ടികളെ. അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അവരതിൻ്റെ ഭാഷ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
ഞാൻ കണ്ടിട്ടുള്ള ഇവരൊക്കെ വലിയ കവികളാവുമെന്നോ വലിയ കഥകൾ എഴുതുമെന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഇവരൊക്കെ ഭാഷ, അവർക്ക് പറയാനുള്ള കാര്യം ഉറച്ച് പറയാനുള്ളൊരു ഭാഷ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ആ ഭാഷയ്ക്ക് വെറും കാര്യം പറയാനുള്ള കരുത്ത് മാത്രമല്ല, അതിന് സൗന്ദര്യവും ഉണ്ടാവുന്നു എന്നുള്ളതും കൂടിയാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ പല വാക്കുകളും പല വരികളും ഒക്കെ ഇവരൊക്കെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പല ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഇവരുടെ ജസയുടെ ഒരു രചനയുണ്ട്, അത് ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. സെൽഫി എന്നാണ് രചന. എങ്ങനെയാണ് ഒരു അന്ധവിശ്വാസത്തെ തുറന്നു കാണിക്കുകയും അതിനെ ഇന്നത്തെ തലമുറ അത് എങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ യക്ഷി ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്, യക്ഷി പാലമരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരാളെ പേടിപ്പിച്ചിട്ട് എത്ര കാലമായി. അപ്പോഴാണ് പാലമരത്തിൻ്റെ അടിയിൽ കൂടി കുട്ടിക്കൂട്ടം ഇങ്ങനെ വരുന്നത്, കുട്ടികളിങ്ങനെ സംഘമായിട്ട് വരുന്നു. അപ്പോൾ യക്ഷി വിചാരിച്ചു ഇവരെ ഒന്ന് പേടിപ്പിച്ചാലേ വിചാരിച്ചിട്ട്, ഇത്രയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ആകെ 4 സെൻറ്റൻസ് ഒക്കെ ഉള്ളൂ. പേടിപ്പിച്ചാലേ വിചാരിച്ച് യക്ഷി ഇങ്ങോട്ട് പാലമരത്തിൻ്റെ കൊമ്പലുകൾ തൂങ്ങിക്കിടന്നു, തലമുടിയൊക്കെ അയച്ചിട്ട് കണ്ണൊക്കെ തുടിച്ചിട്ട് തൂങ്ങിക്കിടന്നു. കുട്ടികൾ യക്ഷിയെ കണ്ടതും പോക്കറ്റിലെ മൊബൈൽ എടുത്ത് സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടു എന്നാണ്. അതിന് മുമ്പുള്ള 2-3 സെൻറ്റൻസ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്ന് മാത്രം. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കുട്ടി കാര്യങ്ങളെ കാണുന്നത്? ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. യക്ഷി പറയുന്നത് അന്ധവിശ്വാസം നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിനെ എങ്ങനെയാണ് നിങ്ങൾ പുതിയ തലമുറ കാണേണ്ടത് എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചൊവ്വാഴ്ച പറഞ്ഞൊരു ഹർഷിത പൊതുവെ ഇത്തവണ ജില്ലയിൽ അല്ല സംസ്ഥാനത്ത് കവിതയ്ക്കൊക്കെ A ഗ്രേഡ് കിട്ടിയ കുട്ടിയാണ്. എന്നാൽ അവളുടെ ഒരു മെയിൻ ഫീൽഡ് കഥയാണ്. കഥയും കവിത പോലെ തന്നെയാണ്. അതിൽ ചൊവ്വാഴ്ച പറഞ്ഞൊരു കഥയുണ്ട്. അതിൽ ഇതുപോലെ അന്ധവിശ്വാസത്തിനെ പറ്റി പറയുന്നുണ്ട്. അന്ധവിശ്വാസം ഈ ഒരാൾ വീട്ടിൽ മോട്ടർ കേടുവന്നു, സന്ധ്യയായിരുന്നു, ചൊവ്വാഴ്ചയാണ്. പണിയൊക്കെ എടുത്തപ്പോൾ 400 റുപ്യ വേണമെന്നോ 400 റുപ്യ കൂലി ചോദിച്ചു. ഉടനെ മൂപ്പര് ഷർട്ട് ഇട്ടിട്ട് അപ്പോൾ ഭാര്യ വിളിച്ച് ചോദിച്ചു എങ്ങനെങ്ങളിപ്പോൾ പോകണേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, സന്ധ്യയായി, പൈസ എങ്ങനെ കൊടുക്കാം, അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങി കൊടുക്കാം. ഇവിടെ 2 നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 വിമർശനം അവൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ചൊവ്വാഴ്ച പൈസ കൊടുക്കാൻ പാടില്ലതാണ്, അത് നമുക്ക് കുഴപ്പമുള്ളൂ, അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചോട്ടെ, അവർക്ക് എന്താ കുഴപ്പമുണ്ടാവും ഉണ്ടായിക്കോട്ടെ എന്നാണ്. ഇത് നോക്കുക, നിങ്ങൾ എങ്ങനെയാണ് അന്ധവിശ്വാസത്തെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ ഉയർന്ന തലത്തിൽ ഈ അന്ധവിശ്വാസങ്ങളെ ചൂഷണം, അതിൻ്റെ അടുപ്പം മറ്റേ വിളക്ക് അൽഹ നീലച്ചിരി എന്നുള്ള കവിത എഴുതിയാൽ അവൾ പറയാൻ ശ്രമിച്ച കാര്യം അതിലെ മറ്റേ എന്താ കോക്കയോ എന്നൊക്കെ പേരൊന്നും അറിയില്ല, അതിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പറയാനുള്ളത് എഴുതിയിരിക്കുന്നു, മറ്റൊന്നുമല്ല. സത്യത്തിൽ നമ്മളൊക്കെ ആ കളി കണ്ടപ്പോൾ കാപ്പവർദ്ധയുടെ കളിയുടെ അതിലെയാണ് നമ്മൾ വല്ലാതെ. പക്ഷെ അവളതല്ല, അവൾക്ക് പറയാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതിൽ, ഇങ്ങനെ മന്ത്രവാദി അത് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ സത്യത്തിൽ വളരെ പോസിറ്റീവാണ്. അവർ നെഗറ്റീവ് എഴുതുന്നത് പോലും കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായി സമീപിക്കേണ്ടതുണ്ടെന്ന് പറയാനാണ്. അവർക്ക് അവരുടേതായ ഭാഷ ചിലപ്പോൾ ചില പരിമിതികളാവും. അവർക്ക് നഷ്ടപ്പെടുന്ന പ്രശ്നം ഇത് കാണാനും തിരിച്ചറിയാനും ഉള്ള മുതിർന്നവരുടെ സമൂഹത്തിലെ പരിമിതികളാണ്. അവരുടെ മടി, അവർക്ക് അംഗീകരിക്കാനുള്ള പ്രശ്നം, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മുതിർന്നവരുടെ ഇടയിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അധ്യാപകരാണ് ഏറ്റവും കൂടുതലുള്ളത്, അവർക്കാണ് അത് അറിയാനുള്ള വിഷമമുള്ളത്. അത് കഴിഞ്ഞ് മറ്റു മുതിർന്നവരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഈ കുട്ടികൾക്ക് കവിത അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവായിട്ട്. കുട്ടികൾ കവിത അവതരിപ്പിക്കുമ്പോഴൊക്കെ അവരുടേതായിട്ടുള്ളൊരു പ്രശ്നം കൊണ്ട് ചിലർ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ അവർ എഴുതുന്ന കവിതയുടെ ഒരു പശ്ചാത്തലം ചിലപ്പോൾ അവർ പറഞ്ഞാലും കൂടിയാവും ചിലപ്പോൾ മനസ്സിലാവും, ചിലരൊക്കെ അത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടിയെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ, ആ മനസ്സിൻ്റെ കുട്ടികളയ്യ ദൈവം എന്താ കുട്ടികളല്ല ദൈവങ്ങൾ, കുട്ടികളയ്യ എന്താണ് മറന്നു ആക്കിത്തതിൻ്റെ വരി, കുട്ടികളല്ലോ ദൈവങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ സച്ചിദാനന്ദ മാഷിൻ്റെ കവിതയുണ്ട്, സൃഷ്ടി എന്നുള്ള കവിതയിൽ അവസാനം ഈ ഒരു കുട്ടി മാത്രം ചിത്രം വരയ്ക്കുകയാണ്. പലരും പലതരത്തിലുള്ള ചിത്രമാണ്, ആ ചിത്രം തന്നെ വളരെ മനോഹരമാണ്. 10 നിറമുള്ള മഴവില്ലും അങ്ങനെയൊക്കെ വരച്ച കുട്ടികൾ, ആനകൾ മാത്രമുള്ള വീടും ഒക്കെ വരച്ചിട്ട് അവസാനം ഒരു കുട്ടി പേപ്പർ മാത്രം വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് എന്താണ് ഈ പേപ്പറിൽ ഒന്നും കാണാത്തത്, ഇത് ഒരു വാതിലാണ്, ഇത്
അതിൽ തുറന്ന് ആർക്ക് വേണമെങ്കിൽ വരാം എന്ന് പറയുമ്പോൾ അപ്പോൾ നീ ആരാണെന്ന് കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ദൈവം എന്ന് പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ ബീരാൻകുട്ടി മാസ്റ്റർ ഒരു കവിത അങ്ങനെ തന്നെ ഏതാണ്ട് ഇതേ അർത്ഥത്തിലുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ തരത്തിലുള്ള നമ്മളെക്കാളൊക്കെ മുതിർന്ന ചിന്തയുള്ള ഈ കുട്ടികളെ ചേർത്ത് പിടിക്കലാണ് കുട്ടികളുടെ എഴുത്തിൻ്റെ വഴിയിൽ നിന്ന് ആ വഴി നമ്മുടെ വഴിയാക്കി മാറ്റലാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. നിർത്തി.